ജീവിതത്തിലെ നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രണ്ട്ഷിപ്പ് അല്ല, പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈർഘ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് എന്നേക്കുമായിട്ട് നമ്മുടെ പ്രണയിക്കുന്ന ആൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവരോടുള്ള സസ്പെൻസും അവരോടുള്ള നമുക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത വിശേഷം എന്ന് പറയും. ഒരിക്കലും നമ്മൾ പറഞ്ഞു തീരാനൊക്കാത്തത്രയും വിശേഷം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും അത് പറഞ്ഞു തീർക്കരുത് ഒരിക്കലും. കുറേശ്ശെ അവരിലേക്ക് അറിവ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ ഒരു അറിവ് എപ്പം നിൽക്കുന്നോ അന്നേരമാണ് റിലേഷൻസിനുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമ്മളെപ്പോഴും പുതിയത് എന്തെങ്കിലുമൊക്കെ സസ്പെൻസ് എപ്പോഴും നമ്മൾ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടേയിരിക്കണം. പുതുമ എന്നും നമ്മൾ പുതിയതെന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ പ്രണയത്തിലാണെങ്കിലും സ്നേഹബന്ധത്തിലാണെങ്കിലും ഗിഫ്റ്റ്സിലാണെങ്കിലും നമ്മൾ എന്ന് പ്രണയിച്ചു തുടങ്ങുന്നോ അന്ന് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പ്രണയം, അതിനകത്തെ ഉള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ നാളത്തേക്കുള്ളത് മാറ്റി വെച്ച് മാത്രമേ നമ്മൾ ജീവിക്കാവൂ. എപ്പോൾ അവിടെ സ്റ്റോപ്പ് ആവുന്നോ അതെല്ലാം അപ്പോൾ പ്രണയം ഇല്ലാതെയാവും. പ്രണയത്തിന് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് പ്രണയം എപ്പോഴും എനിക്ക് വേണം എന്നുള്ളിടത്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പം എപ്പോഴും എനിക്ക് വേണ്ട അതേ രീതി തന്നെ നീ സ്നേഹിക്കുന്നവർക്കും കൊടുക്കാനുള്ള ഒരു ക്രിയേറ്റിവിറ്റി എന്നും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പ്രണയം മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എല്ലാവരുടെയും ജീവിതത്തിൽ. അല്ലെ ആ പ്രണയം അവിടെ ഫെയിലായി.